തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ വിജയമാണ് ഓരോ നവരാത്രി കാലവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നന്മയുടെ വിജയത്തിൻ്റെ പ്രതീകങ്ങളായി ബൊമ്മകൾ നിരക്കുമ്പോൾ അവയിൽ നവരാത്രി സന്ദേശവും അതിനൊപ്പം എത്തുന്നു. നവരാത്രി ആഘോഷങ്ങളിൽ പ്രധാന ഘടകമാണ് ബൊമ്മക്കൊലു നിർമ്മാണം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നവരാത്രി കാലങ്ങളിൽ ദേവീ ദേവന്മാരുടെ ബൊമ്മകൾ അണിനിരത്തി നടത്തുന്ന ആചാരമാണ് ബൊമ്മക്കൊലു എന്ന് പറയുന്നത്. കേരളത്തിൽ ബ്രാഹ്മണ സമൂഹ മഠങ്ങളെ കേന്ദ്രീകരിച്ചാണ് ബൊമ്മക്കൊലു ഒരുക്കൽ പ്രധാനമായുമുള്ളത്. നവരാത്രിയുടെ ആദ്യ ദിവസം ഗണപതി പൂജയ്ക്കു ശേഷം കുടുംബത്തിലെ മുതിർന്ന ആൾ ബൊമ്മക്കൊലുവിൻ്റെ നിർമ്മാണ ചടങ്ങുകൾ ആരംഭിക്കും. ആദ്യമായി സരസ്വതി, പാർവതി, ലക്ഷ്മി എന്നീ ദേവിമാർക്കു വേണ്ടി കലശാവാഹനം പൂജവിധി നടത്തും. അതിനുശേഷം മരത്തടികൾ കൊണ്ട് പടികൾ ഉണ്ടാക്കുന്നു. ഈ പടികളെയാണ് കൊലു എന്ന് വിളിക്കുന്നത്. സാധാരണയായി 3, 5, 7, 9, 11 എന്നിങ്ങനെ ഒറ്റ സംഖ്യയിലാണ് പടികൾ നിർമ്മിക്കുന്നത്. പടികൾക്ക് മുകളിൽ തുണി വിരിക്കും. പിന്നീട് ദേവീ ദേവന്മാരുടെ ബൊമ്മകൾ അവയുടെ വലിപ്പത്തിനും സ്ഥാനത്തിനുമനുസരിച്ച് അതിൽ നിരത്തി വെക്കുന്നു. പുരാണത്തിലെ കഥാപാത്രങ്ങളും കഥകളുമാണ് ബൊമ്മക്കൊലുവിൽ കാണുന്നത്. ആദ്യ 3 ദിവസങ്ങളിൽ ദുർഗയ്ക്കും തുടർന്നുള്ള 3 ദിവസം ലക്ഷ്മിക്കും പിന്നീട് 3 ദിവസം സരസ്വതിക്കുമാണ് പൂജ ചെയ്യുന്നത്. ബൊമ്മക്കൊലു കാണാനെത്തുന്നവർക്ക് പ്രസാദവും സമ്മാനങ്ങളും നൽകുന്നതും ചടങ്ങാണ്. ബൊമ്മക്കൊലു പൂജയിലൂടെ ദേവീ സാന്നിധ്യം ഉണ്ടാകുമെന്നും ഇത് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം. ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ദാരികൻ എന്ന അസുരനെ വധിക്കാനായി കാളി തപസ് ചെയ്തു. കുറേ തവണ ദാരികനെ വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിയാതെ വന്നപ്പോഴാണ് കാളി ശക്തി സ്വരൂപിക്കാനായി തപസ് തുടങ്ങുന്നത്. 9 രാവുകളും 10 ദിനങ്ങളും നീളുന്ന തപസ്സായിരുന്നു അത്. ദാരിക നിഗ്രഹം ദേവകളുടെയും ആവശ്യമായതിനാൽ കാളിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ദേവീ ദേവന്മാരും തപസ് അനുഷ്ഠിക്കുന്നിടത്ത് വരികയും വിവിധ തരം ആയുധങ്ങളും ആഹാര പദാർത്ഥങ്ങളും ഉൾപ്പെടെ വിശിഷ്ടമായ കാഴ്ചവസ്തുക്കൾ സമ്മാനമായി നൽകുകയും ചെയ്തു. ഇതാണ് നവരാത്രി പൂജ. വിജയദശമിയുടെ അന്ന് തപസ് മതിയാക്കി ദേവകളുടെ അനുഗ്രഹ ആശീസ്സുകളോടെ ദാരിക നിഗ്രഹത്തിന് പുറപ്പെടുകയും 2 ആഴ്ചത്തെ യുദ്ധത്തിനു ശേഷം കറുത്ത വാവ ദിവസത്തിൽ ദാരികനെ വധിക്കുകയും ചെയ്യുന്നു. അതാണ് ദീപാവലി. നവരാത്രിയിൽ കാളിയുടെ തപസ്സിന് പിന്തുണ അർപ്പിക്കാൻ വരുന്ന ദേവഗണത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ബൊമ്മക്കൊലു എന്ന് വിശ്വാസം. നവരാത്രി ആഘോഷവേളയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുള്ള പ്രാർത്ഥനകൾ. ബൊമ്മക്കൊലു പൂജയിലൂടെ വിദ്യാവിജയവും ഐശ്വര്യവും ഉണ്ടാവുമെന്നാണ് വിശ്വാസം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബൊമ്മക്കൊലു പൂജകൾ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. ബൊമ്മ എന്നാൽ പാവ എന്നും കൊലു എന്നാൽ പടികൾ എന്നുമാണ് അർത്ഥം. സരസ്വതീ ദേവി ദശാവതാരങ്ങൾ, ശ്രീരാമ പട്ടാഭിഷേകം, കൃഷ്ണനും രാധയും എല്ലാമുണ്ട് ബൊമ്മകളായി. ഒപ്പം നിത്യജീവിതവുമായി ബന്ധമുള്ള മറ്റു രൂപങ്ങളും വയ്ക്കാം. പുതിയ കാലത്തിൻ്റെ പ്രതീകമായി ഛോട്ടാ ഭീം വരെ ഇടം പിടിച്ചു കഴിഞ്ഞു ബൊമ്മക്കൊലുവിൽ. ബൊമ്മക്കൊലു പൂജയിലൂടെ ദേവീ സാന്നിധ്യം ഉണ്ടാകുമെന്നും ഇത് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.